അടുത്ത പ്ലാൻ? ഇനിയാണ് നമ്മൾ മനഃശാസ്ത്രപരമായി നീങ്ങാൻ പോകുന്നത്. അതിനാദ്യം നിങ്ങൾ നല്ലപോലെ പഠിക്കണം. ഡേ, ഓരോ പിള്ളേരുടെ മനസ്സ് പഠിക്കണമെന്ന്. അതിന് നിങ്ങൾ അടിയുണ്ടോ നോവാത്ത ചൂരിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. കണ്ട സാധാ ചൂരിനാണെങ്കിൽ തന്നെ ഇരിക്കും. അടിയുണ്ട വേറെ എടുക്കുകയില്ല, അറിയില്ല. സിനിമയിലെ സീരിയലിലൊക്കെ ഇത് തന്നെ ഉപയോഗിക്കണം. ചുമ്മാ അങ്ങ് അഭിനയിച്ചു കൊടുത്താൽ മതി. വള്ളിച്ചാട്ടം, ബാറ്റും ബോള്, ഫുട്ബോള്, ഷട്ടിൽ ബാറ്റ്, അങ്ങനെ എന്തെല്ലാം ഷോറൂമിലുണ്ടെന്ന് അറിയാവോ? പിന്നെന്താ നമുക്ക് വരാത്ത? ചോദിച്ചാലല്ലേ തരൂ. അതെങ്ങനെ? ഇതൊക്കെ ധൈര്യമായിട്ടൊക്കെ ഒരാളുണ്ട്. ആ, ഇതാണ് പ്രശ്നം. ഈ പുഴു അടിക്കുന്ന ക്ലാസ് നമുക്കും ആ നല്ല ക്ലാസ് അരിയും സാധനം നമുക്കും. ക്ലാസ് മാറ്റണം. അതെങ്ങനെ? ശ്രീകുട്ടൻ ചോദിക്കും, നടത്തി തരുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം, ശ്രീകുട്ടനെ വോട്ട് ചെയ്യണം. നീ പറഞ്ഞ ചോറിൽ കിട്ടുമല്ലോ അല്ലേ? പിന്നെ ഞാൻ സംസാരിക്കും. ലീഡർ ആയി കഴിഞ്ഞാൽ ആരും ചെയ്യുന്ന അതായിരിക്കും. ഉറപ്പ്? ഒന്ന് വോട്ട് ചെയ്ത് നോക്ക്. ശ്രീകുട്ടൻ വരും, എല്ലാം ശരിയാവും. വോട്ട് ഫോർ ശ്രീകുട്ടൻ. ശ്രീകുട്ട, നീ ജയിച്ചു എന്ന് നീ വിശ്വസിച്ച് തുടങ്ങണം. നീ ഓരോ ശ്വാസം എടുക്കുമ്പോഴും നീ സ്വയം പറയണം, ഞാൻ വിജയാണ്, ഞാൻ വിജയാണ്. പറ, ശ്രീകുട്ടൻ ജയിച്ചു. പറ, ശ്രീകുട്ടൻ ജയിച്ചു. ശ്രീകുട്ടൻ ഉറപ്പായും ജയിക്കും. അമ്പാടി പൊട്ടും. ശ്രീകുട്ടൻ നല്ല പയ്യനല്ലേ, അവൻ തന്നെ ജയിക്കും. അമ്പാടി ജയിക്കില്ല. ഇവിടെ അമ്പാടിക്കൊന്നും ഒരു ഹോൾഡും ഇല്ല. ശ്രീകുട്ടനാണ് ഫാൻസ് മൊത്തം. ശ്രീകുട്ടനാണ് മത്സരിക്കുന്നതെങ്കിൽ വേറെ ചോദ്യത്തിന്റെ ആവശ്യമില്ല. വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ശ്രീകുട്ടൻ വരും, എല്ലാം ശരിയാവും. ആ ഇനിയും തന്ത്രങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നിന്റെ ഈ പ്രശ്നത്തിന് ഇത് തന്നെ ധാരാളം. നിങ്ങളുടെ കാര്യം സെറ്റാണ്. പോരെ? താങ്ക്സ് അണ്ണാ. അണ്ണൻ ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഇലുമിനാറ്റി കമ്മിറ്റി ഓഫീസ് അറിയാതെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. പിന്നെ ഒരു പാലയിടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയാണല്ലോ. അത് വലിയ കടുകട്ടിക്കാരിയൊന്നും അല്ല. നിങ്ങളെ സംബന്ധിച്ചതൊരു പുഷ്പം പറിക്കുന്ന ലാഘവത്തോടുകൂടി ചെയ്യാവുന്നതാണ്. അണ്ണൻ കാര്യം പറ. ഇത് നിങ്ങളുടെ മായ ടീച്ചറല്ലേ? അതെ, മൈ ടീച്ചറുണ്ട്. ഇത് ടീച്ചർ കൊണ്ടുപോയി കൊടുക്കണം. ഇത് മൊത്തം എനിക്ക് ടീച്ചറോട് പറയാനുള്ളത്. എടാ എടാ ഇനിയും മായ ടീച്ചറെ നിങ്ങൾ എനിക്ക് സെറ്റാക്കി തരണോന്ന്. സിമ്പിൾ പരിപാടി. ഇപ്പൊ ഈ ലെറ്റർ അങ്ങ് അതിന് സെറ്റാക്കി തരാം. പക്ഷെ നമ്മളെ കാര്യത്തില് അണ്ണന്റെ എല്ലാ തന്ത്രവും കഴിഞ്ഞില്ലല്ലേ? നീ ഇപ്പൊ സ്ഥാനാർത്ഥി ശ്രീകുട്ടനല്ല, ക്ലാസ് ലീഡർ ശ്രീകുട്ടനാണ്. താങ്ക്സ് അണ്ണാ. അതിപ്പം ഞാൻ ഇത് കൊടുത്തിട്ട് വരാം. ജയിച്ചിട്ടേ വരൂ. വല്ലാത്തൊരു ഗസ്ട്രോളായിപ്പോയി. അയ്യ, എന്താ രളി, ഒന്ന് കയറ്റി വെക്കാൻ പോലും വരല്ലേ ചേട്ടാ. ഒന്ന് പോടെ. അതിനേക്കാളും വലിയ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. എന്തിനാണ് നിങ്ങളെ ഭയങ്കര കാര്യം? I have offer. They can reuse. എന്തൊരു എടാ, നിനക്ക് മായ അറിയില്ലേ? നമ്മുടെ പഴയ സുധാകരൻ സാറിന്റെ മോള്. മറ്റേ പേടി കൊടുത്തുള്ള. പിന്നെ അവരിൽ നാളാണ് സ്കൂളിൽ പഠിപ്പിക്കണേ. അറിയാമോ? ആര്യപത്രോടോ പറയേ. അതിനിപ്പോ ഒന്നും ഇല്ല. ഞാൻ അവളെ ഭാര്യയാക്കാൻ തീരുമാനിച്ചു. ആദ്യം ഇവന്മാരോട് ഒരു കത്ത്, എന്നിട്ട് ഞാൻ പടിപടിയായി ചീവി അങ്ങ് കേറും. സന്തോഷാർത്ഥ പറയട്ടാ. അണ്ണാ, നിങ്ങളെ ഇപ്പൊ ഒരു കിളിവാതിലും കൊത്തുപണിയായിട്ട് ഒരു കട്ടിൽ കയറ്റി വിട്ടത് ഓർമ്മ വേണ്ട. അത് ആർക്ക് വേണ്ടിട്ടെന്ന് അറിയാമോ? അണ്ണാ, അത് മായ ടീച്ചറിന് വേണ്ടിട്ട്. പിന്നെ ഒരു കാര്യം പറയണ്ട, അടുത്ത മാസം ഈ മായ ടീച്ചറിന്റെ കല്യാണമാണ്. മറ്റേ സീനിയർ നടനുണ്ടല്ലേ രാകേഷ്, അവനെയാണ് അവള് കല്യാണം കഴിക്കുന്നത്. ഇതൊന്നും അറിഞ്ഞൂടാ നടക്കണല്ലേ ഏട്ടാ, പരമ കഷ്ടം. എന്നാണ് നിങ്ങൾ എന്തൊരു ഇതിനു വേണ്ടി അണ്ണാ? ഹലോ,